ഹലോ, എല്ലാവർക്കും ഗുഡ് മോർണിംഗ്. ഇന്ന് രാവിലെ കണ്ണൊന്നും മിഴിയുന്നില്ലാട്ടോ എണീക്കാൻ. എന്താ വെച്ചാൽ കുറച്ച് ദിവസമായിട്ട് ഉറക്കമൊന്നും ശരിയില്ലേ. കുഞ്ഞുങ്ങൾക്കും വയ്യ, എനിക്കും സുഖം ഉണ്ടായിരുന്നില്ല. അപ്പൊ രാവിലെ എണീക്കാൻ പറ്റുന്നില്ല കേട്ടോ, ഉറക്കമൊന്നും ശരിയാവാതെ. പിന്നെ ഇന്ന് സ്കൂളുള്ള ദിവസമായതുകൊണ്ട് വേറെ നിവർത്തിയില്ലാത്തതുകൊണ്ട് എണീറ്റു. പിന്നെ ഞാൻ ഇന്നലെ മാവ് അരച്ച് വെച്ചതുകൊണ്ട് അതൊരു സമാധാനം ഉണ്ട് കേട്ടോ. പിന്നെ പൊന്നൂസ് പറഞ്ഞു അവൾക്ക് ഇഡ്ഡലി മതി കൊണ്ടുപോകാന്ന് കേട്ടോ. അപ്പൊ പിന്നെ ഒന്ന് ഇത്തിരി ഇപ്പൊ എല്ലാം ചെയ്താൽ മതിയല്ലോ. എന്നാലും ഞാൻ നേരത്തെ എണീറ്റിട്ടുണ്ട് കേട്ടോ, ഒരു 5:15 എണീറ്റിട്ടുണ്ട്. പിന്നെ ക്ഷീണമൊക്കെ മാറാൻ വേണ്ടി ആദ്യം തന്നെ ചായ വെച്ചുട്ടോ. ചായ കുടിച്ചാൽ തന്നെ പകുതി ഒരു ആശ്വാസമായിരിക്കും കേട്ടോ. രാവിലെ ഒരു ഉഷാറുണ്ടാവും അല്ലെ. ഞാൻ ആദ്യമൊന്നും കുടിക്കില്ലായിരുന്നു, എനിക്ക് ചായ ഇല്ലാതെ പറ്റില്ല എന്നുള്ള അവസ്ഥയായിട്ടോ. ഈ ചായ ഞാൻ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിട്ട് ഇഡ്ഡലി ഒഴിച്ചു വെക്കാൻ വിചാരിച്ചിട്ടോ. അപ്പൊ ഞാൻ ചായ കുടിച്ചിട്ട് വരുമ്പോഴേക്കും ഇഡ്ഡലി ആവുമല്ലോ അങ്ങനെ വിചാരിച്ചു. പിന്നെ കുറച്ച് മാവൊക്കെ എടുത്തിട്ട് ഫ്രിഡ്ജിൽ എടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇത്ര മാവ് യൂസ് ചെയ്യില്ലല്ലോ, ഇന്നലെ എടുത്ത് വെക്കാൻ മറന്നു, അതുകൊണ്ട് ഇന്ന് എടുത്ത് വെച്ചത്. പിന്നെ പുളി വേഗം വെള്ളത്തിലിട്ട് പരിപ്പും വേഗം വെച്ചിട്ടാട്ടോ ഞാൻ പോയി ചായ കുടിക്കുന്നത്. ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞ് വന്നപ്പോ വേഗം നമ്മുടെ സാമ്പാറിനുള്ളത് നോക്കിട്ടോ. സാമ്പാറാവുമ്പോ ഇഡ്ഡലിക്കും ചോറിനും എടുക്കാലോ. പിന്നെ ഒരുപാട് കഷ്ണങ്ങളൊന്നുമില്ല, ഉരുളക്കിഴങ്ങ്, ഉള്ളി, മുരിങ്ങക്കായ നിറയെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പൊ കുറെ ദിവസമായി അത് ഇരിക്കണം, അത് കേട് വരണ്ടാവുന്ന വേഗം അത് വെക്കുകയും ചെയ്തു കേട്ടോ. പിന്നെ തേങ്ങ അച്ഛൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അത് ഉണങ്ങിയത് കൊണ്ടേ ഉണങ്ങിയിട്ട് പൊട്ടി. അപ്പൊ പിന്നെ ചിരകാൻ പറ്റില്ല, ഇങ്ങനെ എടുക്കാനേ പറ്റുള്ളൂ. ശരി, ഇതല്ലേ എളുപ്പം പറഞ്ഞിട്ട് വേഗം അതൊക്കെ കട്ട് ചെയ്ത് എടുത്തിട്ടാ ഞാൻ അരയ്ക്കുന്നത്. കുഞ്ഞൂസ് അടുത്തിരുന്ന് കലവില പറയുന്നുണ്ടായിരുന്നു, അതാണ് നിങ്ങൾ കേട്ടിട്ടോ. അപ്പൊ നമ്മള് തേങ്ങയൊക്കെ അരച്ച് ഒഴിച്ചിട്ട് പിന്നെ ചോറ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ തന്നെ വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇത് കഴിഞ്ഞിട്ട് കുട്ടികളെ സ്കൂളിൽ വിട്ട് വന്ന് കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് ഞാൻ ചോറ് നേരത്തെ തന്നെ വെച്ചു കേട്ടോ. പിന്നെ അതൊക്കെ വെന്ത് കഴിഞ്ഞപ്പോ നമ്മൾ എന്ത് ചെയ്തു, വറുത്തിട്ടു കേട്ടോ. കടുകൊക്കെ വറുത്തിട്ട് കുറച്ച് സാമ്പാർ പൊടി ഇട്ടേ, അപ്പൊ നല്ല മണം ഉണ്ടാവുമല്ലോ. അതൊക്കെ വറുത്തിട്ട് അതൊക്കെ സെറ്റായി, പണികളൊക്കെ കഴിഞ്ഞു. കുറച്ച് പാത്രം കഴുകാനുണ്ടായിരുന്നു കേട്ടോ, ആർക്കും ഉപയോഗിച്ചതൊക്കെ. അപ്പൊ അതൊക്കെ ഒന്ന് കഴുകി വേഗം അവിടെയൊക്കെ തുടച്ചു വിടുന്നുണ്ട് കേട്ടോ. അപ്പൊ അടുക്കള പണി ഏതാണ്ടൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പോ വൈകുന്നേരം സ്നാക്സിന്റെ സമയത്ത് അടുക്കളയ്ക്ക് കയറേണ്ട പണികളേ ഉള്ളൂ. എന്താ വെച്ചാൽ പനിയൊക്കെ ആയതുകൊണ്ട് കുറച്ച് ക്ലീനിങ് പരിപാടി ഒരുപാട് അധികം ഉണ്ട് കേട്ടോ. അപ്പൊ എല്ലാം ഇന്ന് ചെയ്യുന്നില്ല, കുറച്ച് കുറച്ചായിട്ട് ചെയ്യാൻ വെച്ചിട്ടാണ് കേട്ടോ. എനിക്ക് എല്ലാം കൂടെ ചെയ്ത് കഴിഞ്ഞാൽ ബോറടിക്കും. അതുപോലെ നമുക്കൊരു റെസ്റ്റ് വേണ്ടേ, അപ്പോഴല്ലേ നമുക്ക് പണിയെടുക്കാൻ ഒരു ഉഷാറുണ്ടാവുള്ളൂ അല്ലെ. അപ്പൊ അടുക്കളയിലുള്ളതൊക്കെ അന്നൊന്ന് വൃത്തിയാക്കണത് കൊണ്ട് അടുക്കളയിൽ വലിയ പണികളൊന്നുമില്ല. ഷെൽഫിൽ പാത്രങ്ങളൊക്കെ ഒതുക്കി വെക്കാനുണ്ട്. പിന്നെ അത് ഒതുക്കി വെച്ചിട്ട് കാര്യമില്ല, കുഞ്ഞൂസില്ലേ വലിച്ചിട്ടുകൊണ്ടേ ഇരിക്കും കേട്ടോ. അപ്പൊ അത് ഇടയ്ക്ക് തോന്നുമ്പോഴൊക്കെ ചെയ്യും. അത് അടുക്കളയൊക്കെ ക്ലീൻ ആക്കി വൃത്തിയാക്കി അപ്പോഴേക്കും കുഞ്ഞൂസ് ചേച്ചിമാരുടെ അടുത്ത് അടി ഉണ്ടാക്കി കരഞ്ഞു കൊണ്ട് വന്നു കേട്ടോ. അപ്പൊ അടുക്കള വാതിലൊക്കെ അടച്ച് ലൈറ്റൊക്കെ ഓഫാക്കി വന്നേ. അടുക്കള പണി രാവിലത്തെ കഴിഞ്ഞു. പിന്നെ ചെടികൾ നനച്ചു വിടാൻ വിചാരിച്ചു കേട്ടോ, കുട്ടികളെ സ്കൂളിലേക്ക് വിടുമ്പോഴേക്കും അല്ലെങ്കിൽ വെയിലാവില്ലേ, അതുകൊണ്ട് കേട്ടോ. അപ്പൊ ഇന്ന് ഇത്രയേ ഉള്ളൂ രാവിലത്തെ. ടാറ്റാ ബൈ ബൈ.